എടുത്തോണ്ട് കോളേജിലേക്ക് വന്നാ? ഞാനൊക്കെ ഹോസ്റ്റലിൽ വെച്ചിട്ട് വന്നതാണ്. ആ ശരിയാണ്. കാര്യം ഇവളുടെ തലയിട്ട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹോസ്റ്റൽ മുറിയിൽ ആ ടേബിളിന്റെ ഷെൽഫിന്റെ എന്തോ പൊക്കത്തല്ലേ വെച്ചിട്ട് പിന്നെ എങ്ങനെ വരാ? ആ നമുക്ക് കണ്ണും കണ്ണും നോക്കി പിന്നെ കളിക്കാം. നീ ആദ്യം ബില്ല് കൊടുക്ക്. ബില്ല് കൊടുക്കാണ്ടിരിക്കാനുള്ള ഓരോരോ അടവുകളെ അതും തന്നോളൂ. ഞാനെന്താ ചുമട്ട് തോന്നിയ നിങ്ങളുടെയൊക്കെ ബുക്ക് സാധനങ്ങൾ ഈ ബാഗിൽ ഇട്ടിട്ട് ഞാൻ മാത്രം ചുമന്നുകൊണ്ട് കിടക്കണം. പിടിച്ചേ. പിന്നെ ഞാനതല്ല ആലോചിക്കുന്നത്. ആ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവരെ തോന്നിയാ നിങ്ങൾക്ക്? ആ തോന്നി. ഇത് നീ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചത് കാരണം ഇത് എങ്ങനെ പറയുന്നു ഓർത്തിട്ടാ. ഈ മുടി നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം എന്തൊക്കെയോ ഓരോരോ തോന്നലുകളാ. എടാ അത് തോന്നല് മാത്രമായിരിക്കും. നമ്മൾ ഈ കേട്ടിട്ടില്ലേ ഈ ഹൃദയം മാറ്റി വെച്ചവര് അല്ലെങ്കിൽ കയ്യിലെ കാലിന്റെ ഒക്കെ വിരൽ മാറിയിട്ട് പോയിട്ട് വേറെ ആരുടെങ്കിലും ഒക്കെ വിരൽ ജോയിൻ ചെയ്യണവര് അവർക്ക് അതായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ എത്ര വന്നാലും നീ വാങ്ങിയേക്കണ ആരുടെ ഒരാളുടെ റിയൽ ഹെയർ തന്നെയായിരുന്നു. നമ്മളോട് അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവായിരിക്കാം. അതായിരിക്കാം ഈ ഒരു പ്രസൻസും തോന്നലൊക്കെ തോന്നണത്. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതായിരിക്കും അല്ലേ? അല്ല നിങ്ങൾ മുടിയാണ് റീസൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അപ്പൊ ശരിക്കും ഈ മുടി തന്നെയല്ലേ ഈ തോന്നലിന്റെ റീസൺ? ഇനി ചിലപ്പോ ബാത്റൂമിലേക്ക് വാങ്ങിയ ക്ലോസറ്റിലെ ബ്രഷ് ഉണ്ടാവും. പിന്നെ ബാത്റൂമിൽ മേടിച്ച ക്ലോസറ്റിൽ എന്റെ ബ്രഷിലല്ലേ പ്രേതിരിക്കണത്? പ്രേതോ? നിങ്ങളിത് എന്ത് കഥയൊക്കെ പറയണത്? പിന്നെ നീ എന്തോർത്തിട്ട് ഇത്ര സ്റ്റഡി ക്ലാസ് എടുത്തത് ഞങ്ങക്ക്? ഒരു പുതിയ സാധനം വരുമ്പോ അതായിട്ട് പൊരുത്തപ്പെടാനുള്ള നമ്മുടെ മാനസിക ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് തന്നെ നമ്മള് പ്രേതം എന്ന് പറഞ്ഞത്. അതെ. അല്ല നിനക്ക് ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട് മോളെ. നിനക്കാ? എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ എന്നാ എനിക്ക് തീരെ വിശ്വാസമില്ല. ഇതൊക്കെ മനസ്സിന്റെ ഒരു തോന്നലായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഒരു പണി, നിങ്ങൾ തമ്മി പ്രേതകഥ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ വീട്ടിൽ പോണു. നാളെ കാണാതെ. അല്ല നമ്മളെ ബുക്ക് സാധനമല്ല അത് നമുക്ക് നാളെ എടുക്കാം. അനു അവള് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു തോന്നലായിരിക്കല്ലേ അനു? ഇനിയിപ്പൊ അങ്ങനെ വിശ്വസിക്ക വേറെന്ത് ചെയ്യാനാ? അനു നമ്മളാരെ ഫോളോ ചെയ്യണ പോലെ എനിക്ക് തോന്നണം. തിരിഞ്ഞു നോക്കണ്ട നമുക്ക് ഹോസ്റ്റലിലേക്ക് വിടാം.